നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവൻ ക്ഷേത്രം ധനു തിരുവാതിര മഹോത്സവം 2025 ജനുവരി 3 മുതൽ 12 വരെ 10 ദിവസമായാണ് നടക്കുന്നത്. ഒന്നാം ദിവസം മുതൽ വിശിഷ്ട പൂജകളും പ്രോഗ്രാമുകളുമാണ് നടന്നത്. ഇതിൽ പ്രത്യേകത എന്നത് 7ാം ഉത്സവത്തിന് നടന്ന വർണ്ണശബളമായ സേവയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. 12ാം തീയതി 10,000 പങ്കെടുക്കുന്ന തിരുനാൾ സദ്യയും രാത്രി 6 മണിക്ക് നടക്കുന്ന തിരു ആറാട്ടോടുകൂടി മഹോത്സവത്തിന് കൊടിയിറങ്ങുന്നു. മഹോത്സവ വിശേഷങ്ങളുമായി ഉത്സവ കമ്മിറ്റി ചെയർമാൻ ലാൽകൃഷ്ണ സംസാരിക്കുന്നു. ഈ തിരുവാതിര മഹോത്സവം 7ാം ദിവസമാണെന്ന്. അതെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു എന്താണ്, നമുക്കിപ്പോൾ നിലവിൽ ജനപ്രതിയായിരുന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റ് കൂടെ. അതെ അതെ. ഇവിടുത്തെ ഒരു ചെയർമാനും കൂടെയാണ്, ഉത്സവ കമ്മിറ്റി ആഘോഷ കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഉത്സവത്തെക്കുറിച്ചുള്ളൊരു? നമ്മുടെ ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ ആദ്യം കൊടിയേറുന്ന ഒരു അമ്പലമാണ്. അതായത് ധനുതിരുവാതിര മഹോത്സവം. ഇപ്പം ചെങ്ങളൂർ മഹാദേവ ക്ഷേത്രം, മറ്റു സ്ഥലങ്ങളിലൊക്കെ ധനുതിരുവാതിര മഹോത്സവം ഉണ്ടെങ്കിലും നമുക്ക് രാത്രിയാണ് കൊടിയേറ്റ്. ഇപ്പം പ്രതിഷ്ഠയുടെ അനുസരിച്ചാണ് രാത്രി വരുന്നത്. ഈ ഒറ്റശേഖരമംഗലത്തിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത്, നമുക്കിവിടെ ആദ്യം ഈ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിതമായ ശിവലിംഗം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് തെക്കേ നടയിലാണ്. തെക്കേ നടയിൽ ഗണപതിയും മഹാദേവനും. അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് ആ ചൈതന്യം വർദ്ധിച്ചതനുസരിച്ച് വടക്കേടം അവിടെ മറ്റൊരു ശിവലിംഗ പ്രതിഷ്ഠ കൂടെ പിൽക്കാലത്തുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. അതും ഒരുപാട് തലമുറകൾക്ക് മുന്നാണ്. ഇപ്പം ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്, ആ പ്രതിഷ്ഠ ഖരമഹർഷി പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് വൈക്കം ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അദ്ദേഹം 4ാമത്തെ ശിവലിംഗം ഇവിടെ ചിറ്റാറിൻ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അപ്പം ഇത്രയും ദൂരെ മറ്റ് പ്രതിഷ്ഠകളുടെ പ്രത്യേകത നമുക്കറിയാം. വൈക്കവും ഏറ്റുമാനൂരും കടുത്തുരുത്തിയും ഒരേ അകലത്തിലാണ്. പക്ഷേ ഇവിടെ ഇത്രയും ദൂരം മാറി പ്രതിഷ്ഠ നടത്തിയപ്പം ഒറ്റപ്പെട്ടു പോയ ശിവനാണെന്നും അഘോരമൂർത്തിയാണെന്നും ആ ഒരു ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന ശിവനുമാണ്. അതിനനുസരിച്ച് തന്നെ ദൈവചൈതന്യം കൂടുതലായിരുന്നു. പിന്നീട് ആ ശിവൻ്റെ ആ ശക്തിയെ രണ്ടായി കുറയ്ക്കുന്നതിന് വേണ്ടി രണ്ടാമതൊരു ശിവലിംഗ പ്രതിഷ്ഠ ഇവിടെ നടത്തി. ഇവിടം തെക്കേടവും അവിടം വടക്കേടമാണ്. അപ്പം വടക്കേടമാണ് രണ്ടാമത് നടത്തിയ പ്രതിഷ്ഠ. പിൽക്കാലത്ത് വീണ്ടും ആ ചൈതന്യം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് മോഹിനി രൂപത്തിൽ വിഷ്ണു ഭഗവാന്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ട്. അങ്ങനെയാണ് 3 ശ്രീകോവിൽ വരുന്നത്. അതെ, അതാണ് ചരിത്രം. ഈ 3 ശ്രീകോവിലും 3 കൊടിമരം, 3 ഉത്സവ ബലി. അപ്പോൾ ഏതൊരു കാര്യം എടുത്തിരുന്നാലും നമുക്ക് 3 എന്നുള്ള കാഴ്ചപ്പാട്, അതായത് ഒരേ സമയത്ത് 3 കൊടിമരത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 3 കൊടിമരത്തിലും ഒന്നിച്ച് കൊടിയേറുന്ന ആ ഒരു അസുലഭ സുന്ദര നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് രാത്രിയാണ് കൊടിയേറ്റ്. അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ വെച്ച് നമ്മുടെ ധനുതിരുവാതിര മഹോത്സവം ജനുവരി 3 രാത്രി കൊടിയേറുകയാണ്. നമുക്കറിയാം ജനുവരി 13 തിരുവാതിര വരുന്നതെങ്കിലും 12 രാത്രിയാണ് നമ്മൾ കൊടിയിറക്കം വരുന്നത്. അപ്പം ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ 7ാം ഉത്സവ ദിവസം സേവയാണ്. സേവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഭഗവാൻ ഇപ്പം വടക്കൻ കേരളത്തിൽ വലിയ വിളക്കെന്ന് പറയും. അതായത് ഭഗവാൻ എഴുന്നള്ളി നിൽക്കും, ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുമ്പോഴത്തേക്കും ഭഗവാനെ ഈ നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതി നാട്ടുകാരും മറ്റു കരക്കമ്പറ്റി 4 കരക്കമ്പറ്റിയുണ്ട് നമുക്ക്. ഇടവാൽക്കര, ചെമ്പൂരുകര, വാളിയോടുകര, കുരവറക്കര. ഇപ്പം 4 ദിക്കുകളിലാണ്: ഇടവാല്, ചെമ്പൂര്, വാളിയോട്, കുരവറ. അപ്പോൾ ആ കരക്കമ്പറ്റിയുടെ ആളുകളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഭഗവാന് വിളക്ക് വെച്ച് സേവിക്കുന്ന ഒരു കാഴ്ച, അതിമനോഹരമായ സുന്ദര നിമിഷം നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് 3 ഭഗവാന്മാരും ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുമ്പോഴത്തേക്കും അവരെ വിളക്ക് വെച്ച് ആ ഒരു സേവ അർപ്പണം, ഭക്തനും ഭഗവാനും ഒരേ മനസ്സോടുകൂടി, അല്ലെങ്കിൽ ഭക്തൻ ഭഗവാന് തുല്യമാകുന്ന ആ ഒരു നിമിഷം കൂടിയാണ്. അപ്പം അത്തരത്തിലാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. ഒൻപതാം ഉത്സവത്തിന് ഭഗവാൻ രാത്രി വേട്ടയ്ക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം വേട്ടയ്ക്ക് പോകുന്നത് ഇടവാൽക്കരയിലേക്കാണ്. അപ്പം വേട്ടയ്ക്ക് പോകുന്ന ആ ഒരു ചടങ്ങ്, വേട്ട കഴിഞ്ഞ് അദ്ദേഹം വേട്ടമൃഗവുമായി തിരിച്ചു വരികയും, അപ്പോൾ അതിനൊരു വേട്ടക്കുറിപ്പ് തന്നെയുണ്ട്. ഭഗവാന്റെ പ്രതിരൂപമായിട്ട് ഒരു വേട്ടക്കുറിപ്പ് നമ്മുടെ ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത് ഇവിടെ വ്രതശുദ്ധിയോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പം ആ വേട്ടക്കുറിപ്പിനെയും കൊണ്ട് നിശബ്ദമായിട്ടാണ് വേട്ടയ്ക്ക് പോകുന്നത്. അതും ആന എഴുന്നള്ളിപ്പുണ്ട്,
വളരെ മഹത്തരമായിട്ടുള്ള ചടങ്ങാണ്. ആ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭഗവാൻ ഇവിടെ മാറി നമ്മുടെ ഈ വിശ്രമി 10ാം ഉത്സവ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ ഭഗവാൻ നക്ഷത്രത്തെ കണി കണ്ടുകൊണ്ടിരുന്നു. അതിന് പറയുന്ന പേര് ആർദ്ര ദർശനം എന്നാണ്. അപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് തന്നെ ദേവിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഈ ധനുമാസം തിരുവാതിര. അപ്പം ഇവിടെ ഈ വർഷം 20 ടീം അംഗങ്ങൾ ഭഗവാന് കണി കാണുന്ന സമയത്ത് 20 ടീം അംഗങ്ങൾ തിരുവാതിര അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാന്റെ പിറന്നാളായതുകൊണ്ട് തന്നെ നമ്മുടെ പിറന്നാളാകുമ്പോൾ നമ്മൾ സദ്യ കഴിക്കാറുണ്ട്. അപ്പം അതുപോലെ ഭഗവാന് വേണ്ടി നമ്മുടെ ഭക്തജനങ്ങൾ എല്ലാവരും ചേർന്ന് സമർപ്പിച്ചുകൊണ്ട് ഏകദേശം 15,000 പേരോളം പങ്കെടുക്കുന്ന തിരുനാൾ സദ്യയാണ്. അത് രാവിലെ 8:30 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3:30 മണി എങ്കിലും ആവുമ്പോഴേ അത് കഴിയും. അപ്പോൾ ഇലയിട്ട് വിളമ്പി എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തി ആ സദ്യ വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ ആ സദ്യയും കഴിഞ്ഞതിന് ശേഷം 4 മണിയോടുകൂടി ഭഗവാന്മാര് ആറാട്ടിനായി പോകുന്ന ചടങ്ങാണ്. അപ്പോൾ ആറാട്ടിന് പോകുന്നത് പുലവറക്കരയിലാണ്, മണ്ഡപത്തിൻകടവ് ആറ്റിലാണ്. ആ ആറ്റിൽ പോയി ആറാടിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ വേണ്ടി പോകുന്ന ചടങ്ങുണ്ട്. അപ്പം കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാൻ മകനെ കാണുകയും അവിടെ നിന്നും തിരികെ നമ്മുടെ ഈ ശ്രീലകത്തേക്ക് അതല്ലെങ്കിൽ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പറയെടുത്ത് വരും. അപ്പം അതിൽ ഒന്നാമത്തെ പറ എന്ന് പറയുന്നത് മകൻ്റെ സാന്നിധ്യത്തിൽ കുന്നിൽ ക്ഷേത്രത്തിൽ തന്നെയാണ് പറ സ്വീകരിക്കുന്നത്. അവിടെ നിന്നുമാണ് തിരിച്ച് എഴുന്നള്ളി ദേശക്കാരെ മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ദേവചൈതന്യ ഉത്സവ സമയത്ത് പുറത്തോട്ട് വമിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. എല്ലാവരെയും ആനന്ദ വർഷത്താൽ മുഴുവൻ ജനതയും അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയെടുത്തുകൊണ്ട് നമ്മുടെ ഈ രാത്രി ഒരു 12 മണിയോടുകൂടി 12 മണി സമയത്ത് ഉള്ളിൽ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് എത്തിച്ചേരുകയും 9 വലയം വെച്ച് നമ്മുടെ ഈ കൊടി ഇറക്കുന്നു. കൊടി ഇറക്കുമ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൂലബിംബത്തിൽ പ്രതിഷ്ഠയിൽ നിന്നുള്ള ബിംബത്തിൽ നിന്നുള്ള ഭഗവാനെ ഈ കൊടിക്കൂറയിലേക്ക് ആവാഹിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. തിരിച്ച് ഭഗവാനെ കൊടിക്കൂറയിൽ നിന്ന് ആവാഹിച്ച് മൂലബിംബത്തിലേക്ക് കുടിയിരുത്തുന്നു. അപ്പോൾ അതോടുകൂടി ഉത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഏകദേശം ഒരു 6-7 പഞ്ചായത്തിലുള്ള ആളുകൾ വെള്ളറട, ഒറ്റശ്ശേഖരമംഗലം, ആര്യങ്കോട്, പെരിങ്കടവിള, അതുപോലെ തന്നെ കാട്ടാക്കട ഉൾപ്പെടെയുള്ള കള്ളിക്കാട് ഉൾപ്പെടെയുള്ള 6-7 പഞ്ചായത്തിലെ ആളുകൾ അവരുടെ വലിയൊരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് ഒറ്റശ്ശേഖരമംഗലത്തെ ഉത്സവത്തെ കാണുന്നത്. എൻ്റെ പേര് കാർത്തികേയൻ. 1200 വർഷത്തെ കൊടിയേറ്റാണ് ഉത്സവം. എൻ്റെ പേര് ശിഖ. ഞാനൊരു കലാകാരിയാണ്. എൻ്റെ കോൽക്കളി ഈ കോവിലുണ്ട്, എല്ലാവരും കാണാൻ വരിക. എൻ്റെ പേര് കൃഷ്ണപ്രിയ. നാളെ 8ാം ഉത്സവമാണ്. ഇവിടെ എല്ലാ വർഷവും 10 ഉത്സവം വീതമാണ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ 7 ഉത്സവം കഴിഞ്ഞു. ഇനി 3 ഉത്സവം കൂടെ ബാക്കിയുണ്ട്. എല്ലാ ഉത്സവവും അടിപൊളിയായിരുന്നു. എൻ്റെ പേര് അമൃതേന്ദു. എൻ്റെ പേര് മഹാലക്ഷ്മി. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായി ഇവിടുത്തെ ഉത്സവം നടക്കുന്ന. പിന്നെ ഇവിടുത്തെ എല്ലാ പ്രാവശ്യത്തെ ഉത്സവം അടിപൊളിയാണ്. നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ തിരക്കിങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമാണ്. കൂടി വരുവാണ്. അതിലൊന്നും യാതൊരു കുറവില്ല. മുഴുവൻ ആളുകൾ നമ്മുടെ ഈ ഇപ്പം ഉദ്യോഗസ്ഥരായിരുന്നാലും ശരി, മറ്റു സ്ഥലങ്ങളിലുള്ളവരായിരുന്നാലും ശരി, അതെല്ലാം മാറ്റിവെച്ച് അവരിവിടെ വരും. കാരണം അവരുടെ ഈ ഇപ്പം ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങളെക്കാൾ കൂടുതൽ ഒറ്റശ്ശേഖരമംഗലത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ്. ഒരു ഒറ്റശ്ശേഖരമംഗലത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ വിഷയത്തിന്. അതെ. ആ ഒരു പേര് തന്നെ, ഒറ്റശ്ശേഖരമംഗലം എന്ന് പറഞ്ഞ പേര് തന്നെ കിട്ടിയിട്ടുള്ളത് ആ ഭഗവാന്റെ ആ ഒരു ഇതിൽ നിന്നാണ്. ശേഖരൻ എന്ന് പറഞ്ഞാൽ ശിവനെന്നാണ്. അപ്പം ഒറ്റയ്ക്കായി പോയ ആ ശേഖരനെ ഇവിടെ പ്രതിഷ്ഠിച്ച സമയത്ത് 30 കോടി ദേവഗണങ്ങളും മംഗളം ഇവിടെ പ്രത്യക്ഷപ്പെട്ട് മംഗളം അരുളി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റശ്ശേഖരമംഗലം എന്നുള്ള പേര് പോലും ആ സ്ഥലനാമത്തിൽ കിട്ടി എന്നുള്ളതാണ്.